ഈ കേരള നിയമസഭയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടേ ഇല്ലല്ലോ. ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലർ നടത്തുന്നത് അങ്ങേയറ്റം തെറ്റായ സമീപനമാണ്. പിന്നെ ഏതെങ്കിലും കാലത്ത് UDF പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? കാവ്യപ്പണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJPയുടെ ഓഫീസിലാണ് ഫണ്ടടിക്കുന്നത്, പൈസ അടിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചുകൊണ്ടുവന്ന് ജനങ്ങളുടെ പണമല്ലേ, ആ പണത്തിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കേണ്ട വിഹിതമല്ലേ. അദ്ദേഹം പഠിക്കുന്ന ആളല്ലേ. ഇത്രയാൾ നിയമസഭയിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം, കേരളത്തിൽ ഒന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള ചില വിദഗ്ധർ അവര് കയ്യിൽ അവൈലബിളായ രേഖകളെങ്കിലും വായിച്ചു നോക്കേണ്ടതില്ലേ? ഇതൊരു ജനകീയമായ പ്രവർത്തനം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഇപ്പോൾ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത്. എറണാകുളം ജില്ല അതിദാരിദ്ര്യ വിമുക്തമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ്. അത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പാർട്ടിയല്ലേ അതിന്റെ നേതൃത്വം നൽകുന്നത്. UDF ആണല്ലോ ഇവിടെ ജില്ലാ പഞ്ചായത്ത് നയിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനം, വിവിധ വകുപ്പുകൾ നടത്തിയത്. മിനിഞ്ഞാന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു വീടിന്റെ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ക്യാബിനറ്റിന്റെ പ്രത്യേക തീരുമാനം വന്നതോടുകൂടി അത് പൂർണ്ണമായി. ഇത് നേരത്തെ ഗോവിന്ദൻ മാഷ് ആദ്യഘട്ടത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും പരസ്യമാക്കുകയും അതിന്റെ സർവേ വിപുലമായി, നിരവധി വളണ്ടിയർമാർ വന്നു, ഓരോ ഘട്ടവും റിവ്യൂ നടത്തി, എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നു. അവർ പങ്കെടുക്കുന്ന റിവ്യൂ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ആ റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഈ കേരള നിയമസഭയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടേ ഇല്ലല്ലോ. അവർ നാടാകെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ വിജയം ആഹ്ലാദിക്കുന്നു. നമ്മളെല്ലാവരും ഒത്തുചേരുന്നു. കേരളത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലർ നടത്തുന്നത് അങ്ങേയറ്റം തെറ്റായ സമീപനമാണ്. എല്ലാ വിവരങ്ങളും ഇത്രയും നാൾ നമ്മുടെ മുൻപിലുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനമാണ്. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അല്ലാതെ മന്ത്രിമാർക്കോ ഗവൺമെന്റിനോ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ലൊരു പങ്കും UDF കൂടി ഭരിക്കുമ്പോഴാണ് അവർക്കും എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഈ നേട്ടം എന്നുള്ളത്. അത് നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണോ? CAGയുടെ റിപ്പോർട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പരസ്യ പ്രസ്താവനകളുണ്ട്. പിന്നെ ഏതെങ്കിലും കാലത്ത് UDF പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ നാം കാണേണ്ടത്, ചിലർ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. 2016 തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിരുന്നത് 1000 രൂപ പെൻഷനാക്കും എന്നല്ലാണല്ലോ. ഞങ്ങൾ 1600 രൂപയാക്കിയില്ലേ? കാരണം അന്ന് കോവിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയും കുറച്ച് മെച്ചമായിരുന്നു. അതുകൊണ്ട് 1600 രൂപയാക്കി ഉയർത്തി. പറഞ്ഞതിനപ്പുറത്തേക്ക് പോയി. ഇത്തവണ ഞങ്ങൾ എന്ത് പറഞ്ഞു? ഇത്തവണ ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു ഞെരുക്കം ഗവൺമെന്റിന് വന്നിട്ടുണ്ട്. ആ ഞെരുക്കം വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. കേന്ദ്രത്തിലും ഇന്ന് കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട വിഹിതം കിട്ടുമില്ല. അത് കിട്ടാത്തത് കൊണ്ട് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും മുടക്കമില്ലാതെ കൊടുക്കുക എന്നതിനാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്രധാന പരിഗണന നൽകുന്നത്. എന്നാൽ സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഇത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇതാണ് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ തുറന്നു പറഞ്ഞതിനനുസരിച്ച് മുടക്കമില്ലാതെ കൊടുക്കാൻ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിന് ശേഷം ധനവകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഈ പ്രഖ്യാപനവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനകാര്യമന്ത്രിയും എല്ലാവരും ചേർന്ന് കഴിഞ്ഞ 1-2 മാസമായി നടത്തിയിട്ടുള്ള ആസൂത്രണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഭാഗമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ ആദ്യ ഭാഗം ഇപ്പം തന്നെ അനുവദിച്ചല്ലോ. ധനവകുപ്പ് ഇന്ന് തന്നെ അനുവദിച്ചിരിക്കുന്നു. ഒരു മാസത്തെ കൊടുക്കാനുള്ളതും 2000 രൂപ അടുത്ത മാസം 3600 രൂപയാണ് ഈ നവംബർ മാസം ഓരോ പെൻഷൻകാർക്കും ലഭിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്കുള്ള പെൻഷൻ, ചെറുപ്പക്കാർക്കുള്ളതെല്ലാം ഗവൺമെന്റ് അവന്റെ നിലപാടിനനുസരിച്ചാണ്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലല്ലല്ലോ. എത്ര ഇന്ന് പട്ടയമേള ഉണ്ടായിരുന്നു, എത്ര പട്ടയം കൊടുത്തു, ഏതെല്ലാം രൂപത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി ഓരോ ഘട്ടത്തിലും. അപ്പൊ അത് ഈ നാട് അംഗീകരിക്കുന്നതാണ്. തെറ്റായ പ്രചാരവേലകൾ നടത്തിയാൽ അതൊന്നും ചെലവാകില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആധികാരികമായി പറഞ്ഞില്ലേ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PM ശ്രീ ഒപ്പിട്ടത് അത് വേറെ വ്യവസ്ഥകളാണ്. അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ ആരും അതൊന്നും കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പലതും ആധികാരികമെന്ന മട്ടിൽ പറയാനുള്ള സവിശേഷമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നല്ലാതെ ഈ നിബന്ധന അല്ലാതെ ഏത് നിബന്ധന ഇല്ലായിരുന്നേ?
എല്ലാ പബ്ലിക് ഡൊമൈനിൽ കിട്ടില്ല. അവർ ഒപ്പിട്ട MOU നോക്കിക്കോളൂ, ഏത് നിബന്ധന ഇല്ലാതിരുന്നത്. അപ്പോൾ അതാണ്, അത് ഇങ്ങനെ ആധികാരികം വന്നിട്ടുള്ള അദ്ദേഹം പറയും. ഇപ്പോൾ CAG റിപ്പോർട്ട് നോക്കിയാൽ മതി. CAG റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ കേരളത്തിൽ കുടിശ്ശിക മുടങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി പറയുന്നതുണ്ട്, നിയമസഭയ്ക്കകത്തുണ്ട്, പിന്നെ ജിയോകൾ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് അതെല്ലാം കേരള നിയമസഭയ്ക്കകത്ത് തന്നെ ഞങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ തുറന്നു കാട്ടിയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും അത് വലിയൊരു 2 പേജ് കൊടുക്കേണ്ടതായിരുന്നു. നിങ്ങളെല്ലാവരും കേരളത്തിന് അർഹിക്കുന്നത് കിട്ടാത്തതിനെ കുറിച്ച് ഒരു ന്യൂസ് അവർ ചർച്ച വേണം, ഒരു 2 പേജ് മിഡിൽ പീസ് വേണം, സെന്റർ സ്പ്രെഡ് വേണം. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന് അർഹമായി നമ്മുടെ നിന്ന് പിരിച്ചു കൊണ്ടുപോയതിന്റെ വിഹിതം കിട്ടാത്തതിനെ കുറിച്ച് എന്തേ ഇവരാരൊന്നും പറയാത്തത്? രാഷ്ട്രീയ പാർട്ടിക്കാർ പറയാത്തത് എന്താ? അപ്പോൾ അത് നമ്മളോടുള്ള കടുത്ത ഒരു തെറ്റായ സമീപനമാണ്. എന്തായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ നമ്മുടെ മുൻപിൽ വന്നിട്ടില്ല. വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും. അല്ല, അത് വരട്ടെ, വരുമ്പോൾ നോക്കാം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഔദ്യോഗിക വിവരങ്ങളില്ലല്ലോ മാധ്യമം. അല്ല, ഇപ്പൊ നോക്കേണ്ടത് നിയമതടസ്സമൊന്നുമില്ലല്ലോ. ഈ നമുക്ക് ലഭിക്കേണ്ട മറ്റ് ഫണ്ടുകൾ ലഭിക്കേണ്ടതാണ്, പക്ഷെ നൽകുന്നില്ല. അത് ഇതിൽ മാത്രമല്ല, പലതിനകത്തും നൽകുന്നില്ല. സുപ്രീം കോടതിയിൽ നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്തു. ആ സ്യൂട്ടിന്റെയും അവസാന ഹിയറിംഗിന് ഇതുവരെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാവ്യപ്പണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJPയുടെ ഓഫീസിലാണ് ഫണ്ട് അടിക്കുന്നത്, പൈസ അടിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചുകൊണ്ടുവന്ന ജനങ്ങളുടെ പണമല്ലേ? ആ പണത്തിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കേണ്ട വിഹിതമല്ലേ? ആ വിഹിതം നൽകാതിരിക്കുന്നത് അത് അവരുടെ ഫണ്ടാണോ? BJPയുടെ മറ്റേ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പിരിച്ചത് കേരളത്തിന് തരുന്നതല്ലല്ലോ. അത് അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇത് ജനങ്ങളുടെ നികുതി പണമല്ലേ, നമ്മുടെ അവകാശമല്ലേ, അല്ലാതെ അവരുടെ ഔദാര്യമാണോ? ഇതൊരു ജനകീയമായ പ്രവർത്തനം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, പ്രതിപക്ഷ മേധാവിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, ഇന്നലെ ഇപ്പോൾ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത്. എറണാകുളം ജില്ല അതിദാരിദ്ര്യ വിമുക്തമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ്. അത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പാർട്ടിയല്ലേ അതിന്റെ നേതൃത്വം നൽകുന്നത്. UDF ആണല്ലോ ഇവിടെ ജില്ലാ പഞ്ചായത്ത് നയിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനം, വിവിധ വകുപ്പുകൾ നടത്തിയത്. മിനിഞ്ഞാന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു വീടിന്റെ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ക്യാബിനറ്റിന്റെ പ്രത്യേക തീരുമാനം വന്നതോടുകൂടി അത് പൂർണ്ണമായി. ഇത് നേരത്തെ ഗോവിന്ദൻ മാഷ് ആദ്യഘട്ടത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും പരസ്യമാക്കുകയും അതിന്റെ സർവേ വിപുലമായി, നിരവധി വളണ്ടിയർമാർ വന്നു, ഓരോ ഘട്ടവും റിവ്യൂ നടത്തി, എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നു. അവർ പങ്കെടുക്കുന്ന റിവ്യൂ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ആ റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം പ്രതിപക്ഷ മേധാവിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഈ കേരള നിയമസഭയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടേയില്ലല്ലോ. അവർ നാടാകെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ വിജയം ആഹ്ലാദിക്കുന്നു. നമ്മളെല്ലാവരും ഒത്തുചേരുന്നു. കേരളത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലർ നടത്തുന്നത് അങ്ങേയറ്റം തെറ്റായ സമീപനമാണ്. എല്ലാ വിവരങ്ങളും ഇത്രയും നാൾ നമ്മുടെ മുൻപിലുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനമാണ്. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അല്ലാതെ മന്ത്രിമാർക്കോ ഗവൺമെന്റിനോ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ലൊരു പങ്കും UDF കൂടി ഭരിക്കുമ്പോഴാണ് അവർക്കും എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഈ നേട്ടം എന്നുള്ളത്.